inside the feelings, I think that is a violation of the model code of സുപ്രീം കോടതിയിൽ പറഞ്ഞ കാര്യങ്ങൾ അത് അതേ രീതിയിൽ പറയേണ്ടതാണ്. അതിൽ വേറെ വ്യാഖ്യാനങ്ങൾ ഒന്നും വേണ്ടല്ലോ. ബട്ട് ഇഫ് സംബഡി ഈസ് ട്രൈങ് ടു മിസ്ഇൻറ്റർപ്രേറ്റ് ഇറ്റ് ഓർ ട്രൈങ് ടു appease the particular sections of the society and soliciting the vote in the name of religion, ഈ മതത്തിൻ്റെ പേരിലെ വോട്ട് ചോദിക്കുന്നത് അത് അപരാധമാണ്. ദാറ്റ് ഈസ് എ വയലേഷൻ. തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ടിക്കാറാം മീണ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഉത്തരമായാണ് ഇക്കാര്യം പറഞ്ഞത്. ശബരിമല വിഷയം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിക്കരുത് എന്ന സാമുദായിക ധ്രുവീകരണത്തിന് കാരണമാകുന്ന പ്രചാരണങ്ങൾ പാടില്ല എന്നത് ഇപ്പോൾ തന്നെ നിലവിൽ തന്നെ ഉള്ള നിയമമാണ്. അതിൻ്റെ പരിധിയിൽ ശബരിമല വിഷയം വരുമോ എന്ന ചോദ്യമാണ് ടിക്കാറാം മീണയുടെ പരാമർശത്തോടെ രാഷ്ട്രീയ കേരളത്തിന് മുന്നിൽ ഉയർന്നു വന്നിരിക്കുന്നത്. ഈ വിലക്ക് രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകരിക്കാനാവുന്നതാണോ എന്നതാണ് നമ്മുടെ ചർച്ചാ വിഷയം. അവരംഗീകരിക്കുമോ എന്ന്. ശബരിമല വിഷയം സാമുദായിക വികാരങ്ങൾ വ്രണപ്പെടുകയോ ഉത്തേജിക്കപ്പെടുകയോ ചെയ്യാതെ എങ്ങനെയാണ് ഈ ശബരിമല വിഷയത്തെ പ്രചാരണ വിഷയമാക്കാനാവുക? ഏതെങ്കിലും ഒരു വിഷയം പ്രചാരണത്തിന് ഉപയോഗിക്കരുത് എന്ന് പറയാനുള്ള അവകാശം തെരഞ്ഞെടുപ്പ് കമ്മീഷന് എത്രത്തോളമുണ്ട്? ഒപ്പം ശബരിമല ഒരു സാമുദായിക വിഷയം മാത്രമാണോ, അതൊരു രാഷ്ട്രീയ വിഷയവുമായി മാറിക്കഴിഞ്ഞില്ലേ? ഇക്കാര്യങ്ങളൊക്കെയാണ് ചർച്ച ചെയ്യേണ്ടത്. സ്വാഗതം. ശബരിമല തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിലക്ക് അംഗീകരിക്കുമോ എന്നതാണ് ഞങ്ങളുടെ ചോദ്യം പ്രേക്ഷകർക്ക് മുമ്പിൽ ഉള്ളത്. ഈ ചർച്ചയുടെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഈ വിഷയത്തിലെ അഭിപ്രായങ്ങൾ ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും അറിയിക്കാം. ശബരിമല തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിലക്ക് അംഗീകരിക്കുമോ എന്നതാണ് ഞങ്ങളുടെ ചോദ്യം. CPM നേതാവ് ശ്രീ രാജു എബ്രഹാം പത്തനംതിട്ടയിൽ നിന്ന് ഈ ചർച്ചയിൽ ചേരും. ശ്രീ രാധാകൃഷ്ണ മേനോൻ BJP നേതാവ് കോട്ടയത്ത് നിന്നാണ് ചേരുന്നത്. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ കോൺഗ്രസ് നേതാവ് കൊച്ചി സ്റ്റുഡിയോയിൽ നിന്നും നമ്മോടൊപ്പം ചേരും. ശ്രീ അഡ്വക്കേറ്റ് രാജകുമാർ നിയമവിദഗ്ധൻ എനിക്കൊപ്പം സ്റ്റുഡിയോ ഫ്ലോറിലുണ്ട്. ശ്രീ PDT ആചാരി മുൻ ലോക്സഭാ സെക്രട്ടറി ജനറൽ, അദ്ദേഹത്തെ ടെലിഫോണിലും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ശ്രീ PDT ആചാരി, അഡ്വക്കേറ്റ് രാജകുമാർ, ശ്രീ രാധാകൃഷ്ണ മേനോൻ, ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, ശ്രീ രാജു എബ്രഹാം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ആദ്യം ശ്രീ PDT ആചാരി, തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ശബരിമല വിഷയം ഉപയോഗിക്കരുത് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്, സംസ്ഥാനത്തെ സംവിധാനം പറയുന്നത് അവരുടെ അതിരുവിട്ടുള്ള അഭിപ്രായ പ്രകടനമാണോ? ഏതൊക്കെ വിഷയങ്ങൾ ചർച്ച ചെയ്യണം എന്നത് രാഷ്ട്രീയ പാർട്ടികളുടെ അധികാരമല്ലേ? ടെലിഫോണിലില്ല. അഡ്വക്കേറ്റ് രാജകുമാർ, താങ്കൾ ആ ചോദ്യത്തിന് എന്താണ് മറുപടി പറയുക? നമുക്ക് രണ്ട് റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്റ്റാണ് ഉള്ളത്. റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1950, റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1951. ഇതിൽ 50 എന്ന് പറയുന്നത് ഡീലിമിറ്റേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യുവൻസീസ് ഒക്കെ ഡീൽ ചെയ്യുന്ന കാര്യം. 51 ആക്റ്റിലെ ആണ് കറപ്റ്റ് പ്രാക്ടീസസും ഇലക്ടറൽ ഒഫൻസസും പറയുന്നത്. അതിൽ 123 വകുപ്പ് അനുസരിച്ച് ആണ് ഈ കറപ്റ്റ് പ്രാക്ടീസസ് എന്തെല്ലാം ആണെന്ന് എൻലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇത് 1956 സെലക്ട് കമ്മിറ്റി റെക്കമെൻഡേഷന് ശേഷം 7 ഹെഡിൽ ഇത് ഒതുക്കിയിട്ടുണ്ട്. ബ്രൈബറി, അൺഡ്യൂ ഇൻഫ്ലുവൻസ്, സിസ്റ്റമാറ്റിക് അപ്പീൽ ഓൺ ദ ഗ്രൗണ്ട് ഓഫ് റിലിജിയൻ ആൻഡ് കാസ്റ്റ്, പബ്ലിക്കേഷൻ ഓഫ് ഫാൾസ് സ്റ്റേറ്റ്മെൻറ്റ്, ഫ്രീ കൺവെയൻസ് ടു വോട്ടേഴ്സ്, incurring electoral expenses above the limit and seeking assistance of government servant. 1961 ഇതിന് ഒരു അമെൻമെൻറ്റ് കൊണ്ടുവന്നിട്ട് ആ അമെൻമെൻറ്റ് പ്രകാരം ക്രിയേഷൻ ഓഫ് ഫീലിംഗ് ഓഫ് ഹേറ്റ്രഡ് ഓർ എനിമിറ്റി ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ക്ലാസസ് ഓഫ് ഇന്ത്യൻ സിറ്റിസൺസ് എന്ന് പറയുന്നതും ഒരു കറപ്റ്റ് പ്രാക്ടീസാക്കി. 1988 ഈ സതി ഗ്ലോറിഫിക്കേഷൻ നടത്തിയാൽ അതും കറപ്റ്റ് പ്രാക്ടീസാക്കി. 1989 യൂത്ത് ക്യാപ്ചറിങ്ങും ഒരു കറപ്റ്റ് പ്രാക്ടീസാക്കി. SP ആദിത്യൻ വേഴ്സസ് കന്ദസ്വാമി എന്നുള്ള കേസിൽ 1958 സുപ്രീം കോടതി പറഞ്ഞു ഈ 123 എൻലിസ്റ്റ് ചെയ്യാത്ത ഒരു ഒഫൻസസും കറപ്റ്റ് പ്രാക്ടീസസ് അല്ല. അങ്ങനെ വന്നാൽ ഇതിനകത്ത് എൻലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കറപ്റ്റ് പ്രാക്ടീസിനകത്ത് ഈ പ്രചാരണത്തിന് ഉപയോഗിക്കുന്ന വിഷയം വരാത്ത പക്ഷം ഇത് ഒരു കറപ്റ്റ് പ്രാക്ടീസല്ല, അത് നിയന്ത്രിക്കാൻ പറ്റില്ല. അത് ഏത് രീതിയിൽ ഈ വിഷയത്തെ എടുക്കുന്നു എന്നുള്ളതും ഏത് രീതിയിലുള്ള പ്രചാരവേലകൾ ചെയ്യുന്നു എന്നുമാണ്. നിങ്ങൾക്കറിയാം 1965 ഈ കുൽത്താർ സിംഗിൻ്റെ കേസിൽ സിഖുകാരന് മാത്രമേ വോട്ട് ചെയ്യാവൂ, എതിർ കാൻഡിഡേറ്റ് സിഖുകാരനാണെങ്കിലും അയാൾ സിഖ് മൂല്യങ്ങൾ പാലിക്കാത്തവനാണ് എന്ന് പറഞ്ഞതിന് നമ്മുടെ സുപ്രീം കോടതി പറഞ്ഞു അത് കറപ്റ്റ് പ്രാക്ടീസാണ്.
അത് റിലീജിയസ് അപ്പീലാണ്, അത് ചെയ്യാൻ പാടില്ല. 1995 ഹിന്ദുത്വത്തിൻ്റെ പേരിൽ വോട്ട് ചോദിച്ചാൽ അത് കറപ്റ്റ് പ്രാക്ടീസ് ആകില്ല എന്ന് നമ്മുടെ ഭരണഘടനാ ബെഞ്ച് പറഞ്ഞു. 1916 അതേ ഭരണഘടനാ ബെഞ്ച് തന്നെ 4 ജഡ്ജിമാർ അനുകൂലമായും 3 ജഡ്ജിമാർ വിരോധമായും വെച്ചുകൊണ്ട് അതൊരു റിലീജിയസ് അപ്പീലാണ്, അത് കറപ്റ്റ് പ്രാക്ടീസ് ആകും എന്ന് പറഞ്ഞു. ഈ കാലത്താണ് നമ്മൾ ഈ വിഷയത്തെ ഇപ്പോൾ അടിസ്ഥാനപരമായി അവലോകനം ചെയ്യേണ്ടത്. ശബരിമല ഇഷ്യൂ ഒരു റിലീജിയസ് ഇഷ്യൂ മാത്രമല്ല, ഇവിടെ റിലീജിയസ് അല്ലാതെ രാഷ്ട്രീയമായ വശങ്ങളും മാനങ്ങളും അതിനുണ്ട്. അപ്പോൾ ഏത് രീതിയിലാണ് ഇത് പ്രചാരണത്തിന് ഉപയോഗിക്കുന്നത് എന്നുള്ളതനുസരിച്ച് മാത്രമേ ഇതിൻ്റെ അകത്തൊരു കറപ്റ്റ് പ്രാക്ടീസ് ആകുമോ അല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റൂ. അബ്സല്യൂട്ട് ബാൻ ഈ ശബരിമല വിഷയത്തെ സംബന്ധിച്ചിടത്തോളം പറയാൻ എൻ്റെ അഭിപ്രായത്തിൽ ഈ ഇലക്ഷൻ കമ്മീഷന് കഴിയില്ല. അത് ഈ രാജ്യത്തിൻ്റെ ഭരണഘടനാപരമായ രാഷ്ട്രീയ പാർട്ടികളുടെയും കാൻഡിഡേറ്റ്സിൻ്റെയും ജനങ്ങളുടെയും സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതായിരുന്നു. ഞാൻ തിരിച്ചു വരാം. ശ്രീ PDT ആചാരി, ശബരിമല വിഷയം പ്രചാരണ വിഷയമാക്കരുത് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആണെങ്കിൽ തന്നെയും പറഞ്ഞാൽ അനുസരിക്കേണ്ടുന്ന ബാധ്യത രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ടോ? തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ മോഡൽ കോഡ് ഓഫ് കോണ്ടക്റ്റിന്റെ കോണ്ടക്സിൽ നമുക്കത് നോക്കാം എങ്ങനെയാണെന്ന്. അതായത് അതിനകത്ത് പ്രധാനമായിട്ട് 2 ഡയറക്ഷൻസ് ആണ് ഇതിൽ റെലവെന്റ് ആയിട്ടുള്ളത്. ഒന്ന്, ഈ നിലവിലിരിക്കുന്ന, അതായത് ഇവിടുത്തെ സമുദായങ്ങൾ തമ്മിലോ മതവിഭാഗങ്ങൾ തമ്മിലോ ഉള്ള സ്പർദ്ധ, അത് അത് വർദ്ധിപ്പിക്കാൻ പാടില്ല, അതിനൊരു പാർട്ടിയും കാൻഡിഡേറ്റും ശ്രമിക്കരുത് എന്ന് ഒന്ന്. മറ്റൊന്ന്, ഈ ഇലക്ഷൻ ലോയിൽ കറപ്റ്റ് പ്രാക്ടീസസ് എന്ന് പറയുന്ന അത് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അത് ഡിഫൈൻ ചെയ്തിട്ട് പ്രധാനമായിട്ട് ഈ സെക്ഷൻ 123(3) എന്ന് പറയുന്ന അതില്, അതായത് ഈ മതത്തിന്റെ പേരിൽ വോട്ട് ചോദിക്കാൻ പാടില്ല. അങ്ങനെ മതത്തിന്റെ പേരിൽ വോട്ട് ചോദിച്ചാൽ അതൊരു കറപ്റ്റ് പ്രാക്ടീസ് ആയിരിക്കും എന്നാണ് നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എനിക്ക് മുമ്പ് സംസാരിച്ച ഇതിന്റെ ഒരു പാർട്ടിസിപ്പന്റ് പറഞ്ഞതുപോലെ കുൽത്താർ സിംഗിന്റെ കേസ് മുതൽ 2017 അഭിരാം സിംഗിന്റെ കേസ് വരെ സുപ്രീം കോർട്ടിലെ തീരുമാനങ്ങളിലുണ്ടായ ചില ക്വാളിറ്റേറ്റീവ് ചേഞ്ചസ് വളരെ ശ്രദ്ധേയമാണ്. ഈ ഹിന്ദുത്വത്തിനെ കുറിച്ച് പറയുമ്പോൾ കറപ്റ്റ് പ്രാക്ടീസ് അല്ല. ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ട്. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ചെറിയ ടെലിഫോണിലെ സംസാരം പൂർണ്ണമായിട്ട് വ്യക്തമായിട്ട് ഇങ്ങോട്ട് വരുന്നില്ല. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ രാധാകൃഷ്ണ മേനോൻ, BJP ശബരിമല വിഷയം പ്രചാരണത്തിൽ ഉന്നയിക്കുമെന്ന് ഇതിനകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാടിനെ ധിക്കരിക്കാൻ തോന്നുന്നത്? അല്ല, ഇപ്പോൾ ഇവിടെ ചർച്ചയിൽ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് നിയമ മേഖലയിൽ നിന്ന് അതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ വിശദീകരിച്ചല്ലോ. ഈ ശബരിമല വിഷയം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് അതിലിടപെടാൻ എത്രമാത്രം അവകാശമുണ്ട്, അല്ലെങ്കിൽ ആ നിലയിൽ ഒരു ഡയറക്ഷൻ തരാൻ എത്രമാത്രം അവകാശമുണ്ട് എന്നുള്ളത് പോലും വരും ദിവസങ്ങളിൽ വിലയിരുത്തപ്പെടേണ്ട കാര്യമാണ്. കാരണം ശബരിമല ഇപ്പോൾ ഏതെങ്കിലും മതസ്പർദ്ധ വളർത്തി അവിടെ 2 മതങ്ങൾ തമ്മിൽ സംഘർഷം ഉണ്ടാകുന്ന ഒരു ഇഷ്യൂവും നിലവിലില്ല. ശബരിമലയെ സംബന്ധിച്ച് ശബരിമലയിൽ മതവികാരം വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ നടന്നു. ഇപ്പോൾ ഞാൻ ശബരിമലയിൽ മതവികാരം വ്രണപ്പെടുത്തുന്ന രീതിയിൽ പ്രവർത്തിച്ച രഹന ഫാത്തിമയ്ക്കെതിരെ പോലീസിൽ പരാതി കൊടുത്തു. എൻ്റെ പരാതിക്ക് അടിസ്ഥാനമുണ്ടായിട്ടാണ് പോലീസ് കേസെടുത്തു, അവരെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ മതവികാരം വ്രണപ്പെടുത്തുന്ന പ്രവർത്തനം ഗവൺമെൻറ്റിൻ്റെ സ്പോൺസർഷിപ്പിൽ അവിടെ നടന്നു. അതിനെ എതിർത്തു. നിയമപരമായി ആ എതിർപ്പ് ശരിയാണ് എന്നുള്ളത് കൊണ്ട് അവരെ അറസ്റ്റ് ചെയ്യുവാനും കേസെടുക്കുവാനും പോലീസ് തയ്യാറായി. അതേപോലെ സുപ്രീം കോടതിയിൽ ഇതേ വിഷയത്തിൽ ഒരു കക്ഷി എന്നുള്ള നിലയിൽ സുപ്രീം കോടതിയിൽ ഞാൻ അപ്പീൽ കൊടുത്തിട്ടുണ്ട്, റിവ്യൂ പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും നിയമത്തിൻ്റെ ഭാഗത്തു നിന്നുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് ആ ചെയ്ത കാര്യങ്ങൾ
ഈ നാട്ടിൽ ചർച്ച ചെയ്യുന്നതിന്, തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും ജനങ്ങളുമായി സംവദിക്കുന്നതിന് അതിനുള്ള അവകാശത്തെയൊന്നും ആർക്കും ചോദ്യം ചെയ്യപ്പെടാൻ കഴിയും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് നിയമത്തിൻ്റെ ഭാഗത്തു നിന്നുകൊണ്ട് കൃത്യമായി ചെയ്ത കാര്യങ്ങൾ, ആ നിയമത്തിൻ്റെ ഭാഗത്തു നിന്നുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ നിയമവിധേയമായി ചർച്ച ചെയ്യുന്നതിൽ എന്താ തെറ്റ്? ഇവിടെ സ്വാഭാവികമായിട്ട് നിയമവിരുദ്ധമായ ഒരു കാര്യവും ശബരിമലയുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യരുത്. അത് ശരിയാണ്. നിയമവിരുദ്ധമായിട്ട് അവിടെ മതസ്പർദ്ധ, ഇപ്പോൾ ക്രിസ്ത്യാനിയുമായിട്ട് സ്പർദ്ധയോ മുസ്ലിമുമായിട്ട് സ്പർദ്ധയോ ഹിന്ദുവും തമ്മിൽ അവിടെ അടിയോ ഒന്നും ഉണ്ടാകേണ്ട വിഷയമൊന്നുമില്ല അവിടെ ചർച്ച ചെയ്യാൻ. പക്ഷെ ഗവൺമെൻറ് എടുത്ത തെറ്റായ സമീപനം, സർക്കാർ എടുത്ത സമീപനം, ആ സർക്കാരിനെതിരെ തീർച്ചയായിട്ടും എല്ലാ വിഷയത്തിലും ചർച്ച ചെയ്യപ്പെടുന്നത് തെരഞ്ഞെടുപ്പ് കാലത്താണ്. ഒരു ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങളെ, തെറ്റായ സമീപനത്തെ തുറന്നു കാണിക്കുന്നതാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം. തീർച്ചയായിട്ടും കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ കൃത്യമായ അജണ്ടയോടുകൂടി നടത്തിയ ഗൂഢനീക്കമാണ് ഇവിടെ നടന്നത്. സുപ്രീം കോടതിയുടെ വിധിയാണല്ലോ അടിസ്ഥാനം, അതിനെതിരായിട്ടുള്ള പ്രചാരണം കൂടെ ആവില്ലേ എന്ന ചോദ്യമുണ്ട്. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ ഡൊമിനിക് പ്രസ്റ്റേഷൻ, കോൺഗ്രസിന്റെയും അഭിപ്രായം അതുതന്നെയാണോ? ഈ സുപ്രീം കോടതി വിധി അത് ഇലക്ഷനിൽ ചർച്ച ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. സുപ്രീം കോടതി വിധിയെക്കുറിച്ച് നമുക്ക് അഭിപ്രായം പറയാമല്ലോ. ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു വിധി ഒരു പ്രത്യേക മതവിഭാഗവുമായി ബന്ധപ്പെട്ട വിധിയാണെന്നുള്ള ഒരു സങ്കല്പം ഇല്ലല്ലോ. അവിടെ എല്ലാവർക്കും കയറാം. അവിടെ വന്ന വിധിയ ഏജ് ഗ്രൂപ്പിലുള്ള സ്ത്രീകൾക്ക് പ്രവേശനം അതിനെക്കുറിച്ചുള്ള തർക്കങ്ങളാണ്. പക്ഷെ ഒറ്റ കാര്യം ശ്രദ്ധിക്കേണ്ടത്, അത് ഒരു വോട്ട് പിടിക്കാനോ അതൊരു മതവികാരമാക്കി മാറ്റാനോ ശ്രമിക്കുന്നതോട് യോജിപ്പില്ല. മറിച്ച് സുപ്രീം കോടതിയുടെ ആ വിധി ഇലക്ഷനിൽ പറയാം, നിലപാടുകളെക്കുറിച്ചൊക്കെ പറയാം. പക്ഷെ അത് ദുരുപയോഗം ചെയ്ത് അത് ഏതെങ്കിലും സ്ഥാനാർത്ഥി വോട്ട് പിടിക്കാനായി ഉപയോഗിച്ചാൽ അത് ചിലപ്പോൾ കറപ്റ്റ് പ്രാക്ടീസായി വരില്ലേ എന്ന സംശയം എനിക്കുണ്ട്. മറിച്ച് അതിനെപ്പറ്റി മിണ്ടാനേ പാടില്ല എന്നെങ്ങനെ പറയാൻ കഴിയുക ഇലക്ഷൻ കമ്മീഷന്? അതാണ് ആ ചോദ്യമാണുള്ളത്. ഞാൻ തിരിച്ചു വരാം. രാജു എബ്രഹാം, CPM നേതാവ്, MLA, അദ്ദേഹം നമ്മോടൊപ്പം ഉണ്ട്. ശ്രീ രാജു എബ്രഹാം, താങ്കളുടെ പാർട്ടിയുടെ അഭിപ്രായം എന്താണ്? ശബരിമല വിഷയം പ്രചാരണ വിഷയമാക്കാമോ? ശബരിമല പ്രശ്നം ഉണ്ടായ സമയത്ത് ചർച്ച ചെയ്യപ്പെട്ടത് വർഗീയത വരുത്തി രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയാണ്. സ്വാഭാവികമായും അതേ പ്രചരണം വീണ്ടും ആവർത്തിക്കപ്പെട്ടാൽ അത് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാവും. സ്വാഭാവികമല്ലേ? സുപ്രീം കോടതി വിധിയെ സംബന്ധിച്ച് ഏത് വിധികളുമായിക്കൊള്ളട്ടെ ചർച്ച ചെയ്യാനുള്ള എല്ലാ ജനാധിപത്യ അവകാശവും ഒരു ഇന്ത്യൻ പൗരനുണ്ട്. വോട്ടലക്ഷ്യമാകാതെ നോക്കണമെന്ന് മാത്രം. പക്ഷേ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ശബരിമല വിധിയുടെ ഒരു പോസിറ്റീവായ കാര്യങ്ങളെ പറ്റിയല്ല ചർച്ച നടന്നത്. ഇപ്പോ BJP പ്രസിഡന്റ് തന്നെ പറഞ്ഞ കാര്യം നമുക്കറിയാം. ഇതൊരു സുവർണാവസരമാണ്. ആ സുവർണാവസരത്തെ എത്രമാത്രം കേരളത്തിലെ ജനങ്ങൾക്ക് ഭയാനകമായി മാറ്റുന്ന രൂപത്തിലുള്ള തീക്ഷ്ണമായ വൈകാരിക പ്രകടനങ്ങളാണ് പിന്നീട് കണ്ടത്. എന്നാൽ വർഗീയ കലാപത്തിലേക്ക് എങ്ങനെ കേരളത്തെ കൊണ്ടുപോകാം, അതാണ് നമ്മൾ കേരളത്തെ കണ്ടത്. സന്നിധാനത്തെ പോലും ദുരുപയോഗിച്ചു. അപ്പം ഒരു മതത്തെ ദുരുപയോഗിക്കുക മാത്രമല്ല, മതസ്ഥാപനങ്ങളെ പോലും രാഷ്ട്രീയ പ്രചരണ ആയുധങ്ങളാക്കി മാറ്റി. അപ്പൊ അത് സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിലേക്ക് വന്നാൽ എന്താ ഉണ്ടാവുക? അത് മതസ്പർദ്ധ വർദ്ധിപ്പിക്കാനിടയാക്കും, അത് പരസ്പരം കാലുഷ്യം വർദ്ധിപ്പിക്കാനിടയാക്കും, അത് സംഘർഷങ്ങളിലേക്ക് പോകും. ഇവിടെ ഒരു യുവതി സ്വന്തം ഇഷ്ടത്താൽ അവിടെ കയറിയതിന്റെ പേരിൽ കേരളം മുഴുവൻ കത്തിച്ചില്ലേ? കേരളം മുഴുവൻ കത്തിച്ച് ചാമ്പലാക്കാൻ നോക്കിയില്ലേ? ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കണ്ട അതേ കലാപത്തിന്റെ രൂപങ്ങൾ അത് തന്നെ വേണമെങ്കിൽ തെരഞ്ഞെടുപ്പിന് ആവർത്തിക്കപ്പെടാം. അത് വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കി വോട്ട് കേന്ദ്രീകരിക്കുന്ന ഉത്തരേന്ത്യൻ വർഗീയ രാഷ്ട്രീയം അത് BJP പലപ്പോഴും പരീക്ഷിച്ചിട്ടുള്ളതാണ്. ഇപ്പൊ രാമക്ഷേത്രം തന്നെ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ നിർമ്മിക്കുമെന്നാണ് കോൺഗ്രസിന്റെ അവിടുത്തെ നേതാക്കന്മാർ പരസ്യ പ്രസ്താവന നടത്തുന്നത്. ഒരു നിമിഷം ശ്രീ രാജു എബ്രഹാം, അത്തരം കാര്യങ്ങളുണ്ട്. രാമക്ഷേത്രം പോലുള്ള വിഷയങ്ങൾ എത്രയോ വർഷമായിട്ട് തെരഞ്ഞെടുപ്പ് വേദിയിൽ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. അതിനെ ഒന്നും തടയാത്ത, അല്ലെങ്കിൽ അതൊക്കെ തെരഞ്ഞെടുപ്പ് വിഷയമായിരിക്കുന്നിടത്ത് ശബരിമലക്ക് മാത്രം എങ്ങനെയാണ് തടസ്സം വരിക എന്ന ചോദ്യവും ഉണ്ടല്ലോ നാട്ടുകാർക്ക് മുന്നിൽ. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ രാധാകൃഷ്ണൻ, ഇവിടെ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടിയാണ് BJP നിലകൊണ്ടത് എന്നതാണല്ലോ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു വാദം.
അതായിരിക്കുമല്ലോ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വാക്കുകളിലൊന്ന് BJPയുടെ ഭാഗത്ത് നിന്ന്. വിശ്വാസത്തിനെതിരെ നിൽക്കുന്ന സർക്കാരാണ് സംസ്ഥാന സർക്കാർ എന്നത് ആവർത്തിച്ച് പറയുകയും വേണ്ടിവരും. മതവിശ്വാസത്തെ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ വോട്ട് നേട്ടത്തിനായി ഉപയോഗിക്കരുത് എന്നാണ് ഈ പറയുന്ന നിയമത്തിൻ്റെ അന്തസത്തയെങ്കിൽ അത് അങ്ങനെ പറയുന്നത് തന്നെയും തെറ്റാവുകയില്ലേ? ഒരു സുപ്രീം കോടതി വിധി വന്ന് അത് നടപ്പാക്കാൻ തുനിഞ്ഞ സംസ്ഥാന സർക്കാർ വിശ്വാസത്തിന്, എന്ന് വെച്ചാൽ നമ്മുടെ വിശ്വാസത്തിന്, എന്ന് വെച്ചാൽ നിങ്ങളുടെ വിശ്വാസത്തിന്, ഈ പറയുന്ന ഹിന്ദുമത വിശ്വാസത്തിനാകെ കേടുതട്ടിക്കുന്ന പരിപാടികളാണ്, പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് എന്ന് പറഞ്ഞാൽ തന്നെയും മതവിശ്വാസം എന്ന സംഗതിയെ ദുരുപയോഗം ചെയ്യലായി മാറിയില്ലേ? നിയമ നടപടികൾ പിന്നാലെ വരികയില്ലേ? അല്ല, അങ്ങനെ യാതൊരു നിയമ നടപടികളെയും ഞങ്ങളാരും ഭയപ്പെടുന്നില്ല. കാരണം ഇതിനകത്ത് ഒരു അടിസ്ഥാനവുമില്ല നിയമ നടപടിക്ക്. കാരണം ഇവിടെ ശബരിമലയിൽ നിയമം ജനങ്ങളുടെ ഹിന്ദു വിശ്വാസത്തെ, വികാരത്തെ വ്രണപ്പെടുത്താൻ ആസൂത്രിതമായി വന്നവരുടെ പേരിലാണ് പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആ യാഥാർത്ഥ്യം, അതാണ് ഞാൻ ആദ്യം ചൂണ്ടിക്കാണിച്ചത്. അതേപോലെ ഈ സുപ്രീം കോടതി വിധിക്കെതിരായിട്ട് ഞാനടക്കം കൊടുത്ത റിവ്യൂ പെറ്റീഷൻ കോടതി ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട്, വാദം കേട്ടിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും കോടതിയുടെ ആ വിധി അന്തിമമായിരുന്നുവെങ്കിൽ പിന്നെ അങ്ങനെ ഒരു റിവ്യൂ സ്വീകരിക്കേണ്ട കാര്യമില്ല. ഒന്ന്. രണ്ട്, ഇനിയിപ്പോൾ കോടതിയുടെ വിധി എന്തായാലും കോടതി വിധിയെ സംബന്ധിച്ച് ഈ രാജ്യത്ത് ചർച്ച നടക്കുന്നത് ആദ്യത്തെ സംഭവമൊന്നുമല്ല. അപ്പം നിയമപരമായി കോടതി പരിഗണിച്ച വിഷയം, അല്ലെങ്കിൽ പരിഗണിക്കുന്ന വിഷയം, അങ്ങനെയുള്ള വിഷയങ്ങളിൽ സർക്കാർ എടുത്ത നിലപാട്, സംസ്ഥാന സർക്കാർ ഇവിടുത്തെ വിശ്വാസികൾക്ക് വിരുദ്ധമായി, അത് ഏതെങ്കിലും ഒരു മതവിശ്വാസിക്ക് മാത്രമല്ല. ഇന്ന് ശബരിമലയിൽ സ്വീകരിച്ച ഈ സമീപനം നാളെ ക്രിസ്ത്യാനിയുടെ പള്ളിയിലും മുസൽമാന്റെ മോസ്കിലും സ്വീകരിക്കാൻ പോകുന്ന സമീപനം ഈ നാട്ടിലെ വിശ്വാസ സമൂഹത്തിനെതിരായി ഒരു സർക്കാർ സ്വീകരിച്ച സമീപനം. അതാണ് പ്രശ്നം. അതായത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയും തെരഞ്ഞെടുപ്പ് വേദിയിൽ പ്രചാരണ വിഷയമായി പറയേണ്ടതായി വരികയില്ലേ? ഉറപ്പായിട്ടും. നമ്മളിപ്പോൾ ഈ ചർച്ചയിൽ പറഞ്ഞ ഇതൊരു വിശ്വാസത്തിനെതിരായിട്ട് ഈ സർക്കാർ നിലകൊണ്ടതിന് എതിരായിട്ടുള്ള വോട്ടാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്ന് പറയുമ്പോൾ അത് ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും ഒക്കെ ബാധിക്കുന്ന തെറ്റായ നിലപാടാണ് ഈ സംസ്ഥാന സർക്കാരിൻ്റേത് എന്ന് പറയുമ്പോൾ അത് മതത്തെ ദുരുപയോഗം ചെയ്യലായി മാറിക്കഴിഞ്ഞില്ലേ അപ്പോൾ തന്നെയും എന്ന ചോദ്യം ഒന്ന്. രണ്ടാമത്തെ, താങ്കൾ തന്നെ ആവർത്തിച്ച് പറയുന്നത് പോലെ ഈ രഹന ഫാത്തിമയ്ക്കെതിരെ കേസെടുത്തു. അതായത് ഗൗരവതരമായുള്ള സംഗതിയാണ്. അവർ വിശ്വാസത്തോടെയാണ് അങ്ങോട്ട് കയറിയതെന്ന് പറഞ്ഞു, പക്ഷേ ഞങ്ങളുടെ വികാരം വ്രണപ്പെട്ടു എന്ന് പറഞ്ഞു ഒരു പരാതി കൊടുത്തപ്പോൾ അതീവ ഗൗരവതരമായ സംഗതിയായി കണ്ട് അതിന്മേൽ കേസുണ്ടായി. നിങ്ങളീ പറയുന്നത് ഹിന്ദുമത വിശ്വാസത്തെ ദുരുപയോഗം ചെയ്യലും ബുദ്ധിമുട്ടിക്കലുമാണ് എന്ന് കുറേ ആളുകൾ പരാതി കൊടുത്താൽ താങ്കൾക്കെതിരെയും വരില്ലേ കേസ്? ഒരു സ്ഥാനാർത്ഥി അത് പറയുകയാണെങ്കിൽ ഈ സ്ഥാനാർത്ഥി ഇതാ ദുരുപയോഗം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് ഇപ്പോൾ ചില നേതാക്കൾ, സ്ഥാനാർത്ഥികൾ, വിജയിച്ച ആളുകൾ പിന്തിരിഞ്ഞ് നടക്കേണ്ടി വന്നതുപോലെ ഉണ്ടാവുകയില്ലേ എന്ന ചോദ്യം കൂടെയുണ്ട്. അല്ല, അത് പലതരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുകയും പിന്നീട് കേസ് വരുമ്പോൾ കോടതിയുടെ പരിഗണനയിൽ പരിശോധിക്കപ്പെടുകയും ഒക്കെ ചെയ്യാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചാണ് അങ്ങ് ഇവിടെ പറയുന്നത്. അങ്ങനെ തീർച്ചയായിട്ടും അതിൻ്റെ ശരി തെറ്റുകൾ ആ സമയത്ത് വ്യാഖ്യാനിക്കാനുള്ള അവകാശം, അതിനെ തുടർന്ന് ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെ നേരിടുന്ന ആളുകൾക്കുണ്ട്. ഇപ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് 10,000-കണക്കിന് പാർട്ടി പ്രവർത്തകരും വിശ്വാസികളും ഇന്ന് കേസിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അവർക്ക് ഇന്ന് വന്ന കേസിന് പുറമെ ഒരു 10 കേസ് കൂടെ വന്നാലും അതൊന്നും ഒരു വലിയ വിഷയമായി ഈ രാജ്യത്ത് മാറുകയില്ല എന്ന യാഥാർത്ഥ്യം കൂടി നാം ഈ അവസരത്തിൽ വിസ്മരിക്കരുത്. കാരണം ഇത് ഈ നാട്ടിലെ വിശ്വാസികളുടെ വികാരത്തെ ചവിട്ടിമെതിക്കുന്ന ഒരു സമീപനമാണ് ഈ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത്. പിന്നെ അതിന് സുപ്രീം കോടതി വരെയുള്ള കോടതികളുണ്ട്. നിയമപരമായി ആ കേസിനെ നേരിടാനുള്ള സംവിധാനമുണ്ട്. ആ നിയമപരമായി തന്നെ ആ കേസുകളെ സധൈര്യം ഞങ്ങളൊക്കെ നേരിടും. അതല്ലാതെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ ഇത്തരം ഒരു വിടുവായിത്വം പറഞ്ഞു എന്ന് വിചാരിച്ച് അതിനെ മുഖവിലക്കെടുത്തുകൊണ്ട് നാവടച്ചിരിക്കുമെന്നോ വായടച്ചിരിക്കുമെന്നോ ആരെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ അവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. ഈ ശബരിമല വിഷയത്തിൽ മതപരമായ അല്ലെങ്കിൽ മതവിശ്വാസത്തിന്റെ ദുരുപയോഗം, കറപ്റ്റ് പ്രാക്ടീസസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? അതായത് ഇതൊരു രാഷ്ട്രീയ വിഷയമാണ്, അത് ഉന്നയിക്കാനുള്ള അവകാശം രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട് എന്നതാണ് അവർ ആവശ്യപ്പെടുന്നതെങ്കിൽ ഇത് ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്ന നില വരുന്നത് ഏത് ഘട്ടത്തിൽ, ഏത് അതിരുകൾ കടന്നാലായിരിക്കും, എങ്ങനെയായിരിക്കും? അതായത് ഞാൻ പറഞ്ഞു നിർത്തിയിടത്തുനിന്ന് തുടങ്ങാം. 123(3)A അനുസരിച്ചുള്ള ഒരു കറക്റ്റ് പ്രാക്ടീസ്
അട്രാക്റ്റ് ചെയ്യണമെങ്കിൽ ആ പ്രചാരണത്തിനിടയിൽ എനിമിറ്റി ഇൻ ബിറ്റ്വീൻ ടു ക്ലാസസ് ഓഫ് സിറ്റിസൺസ് ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ പൗരന്മാരുടെ രണ്ട് വിഭാഗങ്ങളുടെ ഇടയിൽ ഒരു എനിമിറ്റിയോ ഹേട്രഡോ, അതായത് വിരോധമോ ശത്രുതയോ വളർത്തുകയും അത് റിലീജിയൻ, കാസ്റ്റ്, കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ലാംഗ്വേജ് എന്നിൻ്റെ സബ്ജക്റ്റിനെ അടിസ്ഥാനമാക്കി വരികയും അത് ഒരാൾക്ക് ഇലക്ഷനിൽ അപ്പർ ഹാൻഡ് ഉണ്ടാക്കുകയും അത് എതിർ കാൻഡിഡേറ്റിന് അതിൻ്റെ ദോഷമുണ്ടാക്കുകയും ചെയ്യണം. ഇത്രയും ഇൻഗ്രീഡിയൻസ് ഉണ്ടായിരുന്നാൽ മാത്രമേ 123(3)A അട്രാക്റ്റ് ചെയ്യപ്പെടൂ എന്നുള്ളതാണ് ഇന്ന് വരെ ഉള്ള 2016 അവസാനത്തെ വിധി. 2017 അത് പുറത്ത് വന്നത്, അത് പബ്ലിഷ് ചെയ്തു വന്നത്. ആ വിധി വരെ ഉള്ള നിയമങ്ങൾ നമ്മൾ അടിച്ചുപറിച്ച് നോക്കിയാൽ ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിലേ അത് അട്രാക്റ്റ് ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ വിഷയം രാഷ്ട്രീയ പാർട്ടികൾ എങ്ങനെ പ്രചാരണത്തിന് ഉപയോഗിക്കുന്നു എന്നുള്ളത് കണ്ടാൽ മാത്രമേ, ഇല്ലെങ്കിൽ അത് അനുഭവിച്ചാൽ മാത്രമേ അതിലൊരു കറപ്റ്റ് പ്രാക്ടീസ് ഉണ്ടാകുമോ ഇല്ലയോ എന്ന് അറിയുള്ളൂ. അങ്ങനെയുള്ള ഒരു കാര്യം മുമ്പിനാലെ നിരോധിക്കുവാൻ, ഒരു കറപ്റ്റ് പ്രാക്ടീസ് എന്ന രീതിയിൽ നിരോധിക്കുവാൻ അധികാരമില്ല. ഒരു കാര്യം കൂടെ അടുക്ക് രാജകുമാർ, അതായത് രണ്ട് വിഭാഗങ്ങളുടെ ഇടയിൽ ശത്രുത വരിക എന്നത് സാധാരണഗതിയിൽ ഇതുവരെ നമ്മൾ കണ്ട ശബരിമല വിഷയം വെച്ച് നോക്കുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാവുകയില്ല എന്ന ഒരു മുൻ തീർപ്പ് നമുക്ക് വേണമെങ്കിൽ എടുക്കാം. എന്തുകൊണ്ടെന്നാൽ അടുക്ക് ശ്രീ രാധാകൃഷ്ണ മേനോൻ ഉന്നയിച്ച കാര്യം തന്നെയും സർക്കാരും വിശ്വാസികളും എന്ന ദ്വന്ദ്വമാണ്, അല്ലാതെ ഹിന്ദുമത വിശ്വാസികളും ഇസ്ലാം മത വിശ്വാസികളും എന്ന ദ്വന്ദ്വമല്ല. ഏതെങ്കിലും ഒരു മതത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന സംഗതി അതിനകത്തില്ല, ഏതെങ്കിലും ഒരു സമുദായത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന സംഗതി അതിനകത്തില്ല. സർക്കാരിനോട് ഏറ്റുമുട്ടുകയാണ് ഇവർ ചെയ്യുന്നത്. കോൺഗ്രസിൻ്റെ നിലപാടാണെങ്കിൽ തന്നെയും അങ്ങനെയാണ്. ആ അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു രാഷ്ട്രീയ വിഷയമാണ്. ശബരിമല വിഷയം തെരഞ്ഞെടുപ്പിൽ എത്രയ്ക്ക് തീവ്രമായിട്ട് പ്രചാരണ വിഷയമായി ഉപയോഗിച്ചാലും അത് ഈ പറയുന്ന കുഴപ്പത്തിനകത്തേക്ക് വരികയില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അതായത് ഇപ്പോൾ ടു ക്ലാസസ് ഓഫ് സിറ്റിസൺസ്, ഇന്ത്യൻ പൗരന്മാരിലെ രണ്ട് വിഭാഗത്തെ എനിമിറ്റിയോ വിരോധമോ ഉണ്ടാക്കിയാൽ മതി. അവർ, നമ്മൾ കുൽത്താർ സിംഗിൻ്റെ കേസ് ഞാൻ നേരത്തെ പറഞ്ഞു, അത് കുൽത്താർ സിംഗിൻ്റെ എതിർ കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞ ആളും സിഖ് മതക്കാരനാണ്. അതുകൊണ്ട് സിഖ് മതക്കാരന് വോട്ട് ചെയ്യണം, അയാൾ വിശ്വാസി, അയാൾ സിഖ് മതത്തിന് കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നവനല്ല എന്ന് പറഞ്ഞാൽ അത് ഇലക്ട്രൽ ഒഫൻസ് ആണെന്ന് കുൽത്താർ സിംഗിൻ്റെ കേസിൽ കണ്ടെത്തി സുപ്രീം കോടതി. അങ്ങനെയാണ് എങ്കിൽ ഹിന്ദു മതത്തിലെ വിശ്വാസിയെ അവിശ്വാസിയെയും തമ്മിൽ തെറ്റിക്കുന്ന, അവർ തമ്മിൽ വിരോധം വരുത്തുന്ന ഒരു പ്രചാരണം നടത്തിയാൽ അത് കറപ്റ്റ് പ്രാക്ടീസ് ആകാം. പക്ഷേ അത് മുൻപിനാലെ പറയുവാൻ ഒരു ഇലക്ഷൻ കമ്മീഷന് കഴിയുകയില്ല എന്നതാണ്. അത് വളരെ വ്യക്തമാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് അതിര് വിട്ടുള്ള പറച്ചിലാണെന്ന കാര്യത്തിൽ സംശയമില്ല. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, ഇവിടെ പിണറായി വിജയൻ സർക്കാർ വിശ്വാസ വിരുദ്ധമാണ്, പിണറായി വിജയൻ വിശ്വാസ വിരുദ്ധനാണ്, ഇവർക്ക് ദൈവവിശ്വാസമില്ല എന്നൊക്കെ പറയേണ്ടതായി വരികയാണെങ്കിൽ അത് ഈ പറയുന്നതിനകത്ത് വരും. അപ്പോൾ പിന്നെ എന്തു പറഞ്ഞാണ് ഈ സർക്കാർ വിശ്വാസികളുടെ വികാരങ്ങൾ പരിഗണിക്കാതെ കാര്യങ്ങൾ അതിദ്രുതം നടപ്പാക്കി പോകുന്ന ശരിയല്ലാത്ത നിലപാടാണുള്ളത് എന്നത് കോൺഗ്രസിന് പറയേണ്ടതായി വരില്ലേ തെരഞ്ഞെടുപ്പ് വേദിയിൽ? അതെങ്ങനെയാണ്? എത്ര മയപ്പെടുത്തി പറഞ്ഞാലും അതിൻ്റെ അർത്ഥം അത് തന്നെയാവുകയില്ലേ? തീർച്ചയായിട്ടും ഞങ്ങൾ പറയുമല്ലോ. ഇത് മാത്രമല്ലല്ലോ, ഇപ്പം രാജഗോപാലിൻ്റെ ഒരു മനസ്സിലാക്കുക വെച്ചാൽ അവർക്കൊരു ഡിസഡ്വാൻറ്റേജിനകത്തുണ്ട്. അവരുടെ ആഗ്രഹം ഒരിക്കലും ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് ചർച്ച ചെയ്യാൻ പാടില്ലെന്നാണ്. അത് ശരിയല്ലല്ലോ. അപ്പം ഞങ്ങളിവിടെ ശബരിമല ഇഷ്യൂ പറയാൻ ഉദ്ദേശിക്കുന്നത് ഗവൺമെൻറ് എടുത്ത നിലപാടിനോടുള്ള ഞങ്ങളുടെ എതിർപ്പാണ് എന്ന് മാത്രം. വേറെ വരുന്നത് ഇപ്പോൾ ചർച്ച ബില്ലിൻ്റെ ഒരു ഡ്രാഫ്റ്റ് വന്നല്ലോ, അത് കേരളത്തിലെ സകല പള്ളികളിലും അതിൻ്റെ ഒരു സർക്കുലർ വായിച്ചു, അതിനെതിരായി. അത് പറയാതിരിക്കാൻ പറ്റുമോ? അപ്പോൾ ഗവൺമെൻറ് എടുക്കുന്ന ചില നിലപാടുകൾ നമ്മുടെ സമൂഹത്തിലെ വിശ്വാസികളെയും അതുപോലെ അവരുമായി ബന്ധപ്പെട്ടതിനെ എതിരായി ബാധിക്കുമ്പോൾ അത് പറയേണ്ടി വരില്ലേ? അപ്പം ശബരിമല ഇഷ്യൂ വെച്ച് ഇവിടെ ഒരു വർഗീയ കലാപം ഉണ്ടാക്കണമെന്ന് ഞങ്ങൾക്ക് ആർക്കും ആഗ്രഹമില്ല. പക്ഷേ ആ ഇഷ്യൂ പറയാൻ പാടില്ല. ആ ഇഷ്യൂമായി ഒരു സുപ്രീം കോടതി വിധിയെ ഈ ഗവൺമെൻറ് എങ്ങനെയാണ് നേരിട്ടത്, നടപ്പാക്കിയത് എന്ന് പറയേണ്ടി വരില്ലേ? അത് സ്വാഭാവികമായിട്ട് ഞങ്ങൾക്ക് പറയേണ്ടി വരും. അതുകൊണ്ട് പിന്നീട് അത് പറയുമ്പോഴേക്കും അത് നമ്മുടെ ഇലക്ഷൻ മാൽ പ്രാക്ടീസിൻ്റെ പരിധിക്ക് വിടുമെങ്കിൽ അത് ഇലക്ഷൻ കമ്മീഷനല്ല നോക്കേണ്ടത്, അത് കോടതി കേസല്ലേ. ഇപ്പോൾ സുപ്രീം കോടതി ലാസ്റ്റ് വിധി വന്നത് നമ്മുടെ PC തോമസ് ഇലക്ഷനാണ്. അത് സുപ്രീം കോടതി പറഞ്ഞു അവിടെ ഇലക്ഷനിൽ മതചിഹ്നം ഉപയോഗിച്ചു എന്ന് അദ്ദേഹത്തെ ഡിസ്ക്വാളിഫൈ ചെയ്ത്.
അത് ഇലക്ഷൻ പെറ്റീഷനല്ല നോക്കേണ്ടത്. അതിന് പകരം ഈ ശബരിമല ഇഷ്യൂ ചർച്ച ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന നിലപാടിനോട് നമുക്ക് യോജിപ്പില്ല. അതാണ് ശ്രീ രാജു എബ്രഹാം, ഇവിടെ CPM ആകെ ഈ പറയുന്ന വിഷയം ഇവർക്ക് ഉപയോഗിക്കാൻ പറ്റുകയില്ലല്ലോ എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ പറഞ്ഞ സ്ഥിതിക്ക് ഒരു സന്തോഷം സോഷ്യൽ മീഡിയ പേജുകളിലൊക്കെ കാണാനുണ്ട്, CPM ഭാഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളുടെ പേജുകളിൽ. യഥാർത്ഥത്തിൽ പക്ഷേ അങ്ങനെയല്ല, അതൊരു രാഷ്ട്രീയ വിഷയമായിട്ട് തന്നെ പ്രയോഗിക്കപ്പെടും. ഇക്കാര്യങ്ങളിൽ നിങ്ങൾ എന്തെങ്കിലും വിട്ടുവീഴ്ച പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് വരുമ്പോൾ ശബരിമല പ്രധാനപ്പെട്ട വിഷയമായി തന്നെ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് വേദിയിൽ ഉണ്ടാകും എന്നല്ലേ മനസ്സിലാകേണ്ടത്. ബാക്കി കേസും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അതിന് പിന്നാലെ നോക്കാം എന്നുകൂടെ വിചാരിക്കുന്നുണ്ട് BJP. ശബരിമല കേസും അയോധ്യ കേസും തമ്മിൽ വ്യത്യാസമുണ്ട്. അയോധ്യയിൽ കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയാണ്. ഇവിടെ കേരള ഗവൺമെന്റ് ഒരു പ്രധാനപ്പെട്ട കക്ഷിയല്ല. കേസിന് പോയിരിക്കുന്നത് സംഘപരിവാറിന്റെ ആളുകളാണ്. 5 സുപ്രീം കോടതിയിലെ അഭിഭാഷകരാണ് കേസിന് പോയിരിക്കുന്നത്. കേരള ഗവൺമെന്റിനോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ എതിരായി ഇപ്പോ ഉയർത്തപ്പെടുന്ന ആരോപണങ്ങൾ വിശ്വാസികൾ തള്ളിക്കളയും. വിശ്വാസികൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊപ്പം നിൽക്കും. കാരണം എല്ലാ സ്ത്രീകളെയും ശബരിമലയിൽ കയറ്റണം എന്നുള്ള വാദം ഉന്നയിച്ച 5 വനിതാ വക്കീലന്മാരും സംഘപരിവാറിന്റെ സുപ്രീം കോടതിയിലെ പ്രധാനപ്പെട്ട ആളുകളാണ്. അതുപോലെ തന്നെ ശബരിമലയിൽ എല്ലാ സ്ത്രീകളെയും കയറ്റണം എന്ന് നേരത്തെ ലേഖനം എഴുതിയ ഒ രാജഗോപാലും അതേപോലെ അതൊക്കെ നമുക്കറിയാവുന്നതാണ് ശ്രീ രാജു എബ്രഹാം. പക്ഷേ തെരഞ്ഞെടുപ്പ് വേദിയിൽ ഇത് ഉപയോഗിക്കാതിരിക്കുകയില്ല BJP എന്നത് കാണേണ്ടേ? അല്ല, ഇത് ഗവൺമെന്റ് കക്ഷിയല്ല, ഗവൺമെന്റിന് താല്പര്യമില്ല. അല്ല, താങ്കൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ശ്രീ രാജു എബ്രഹാം. ഗവൺമെന്റ് സർക്കാർ കക്ഷിയല്ല, സുപ്രീം കോടതിയുടെ വിധിയാണ്. നമ്മൾ ഒരുപാട് കാലം ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തതാണ്. പക്ഷേ രാഷ്ട്രീയത്തിൽ തെരഞ്ഞെടുപ്പിൽ എല്ലാ ആയുധങ്ങളും പ്രയോഗിക്കപ്പെടാനുള്ള ആയുധങ്ങളാണല്ലോ. അതിലൊരു ആയുധം, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, കോൺഗ്രസിനും BJPക്കും പ്രധാനമായി ഉപയോഗിക്കേണ്ടതൊരു വിഷയം പാടില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നൊരു വർത്തമാനം വന്ന ദിവസമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അത് അനുവദിക്കുകയില്ല എന്ന നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. ഞങ്ങൾ ഇത് പറയേണ്ടത് പറഞ്ഞു തന്നെ പോകും എന്ന നിലപാട് കോൺഗ്രസും BJPയും സ്വീകരിക്കുകയാണ്. അങ്ങനെ മറിച്ചൊരു അഭിപ്രായമുണ്ടോ? ശബരിമല വിഷയം പാടില്ല, പറയാൻ പാടില്ല എന്നൊരു അഭിപ്രായമുണ്ടോ താങ്കൾക്ക്? നേരത്തെ പറഞ്ഞതുപോലെ ഈ രാമക്ഷേത്രമൊക്കെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിഷയവും വിജയത്തിന് കാരണവുമൊക്കെ ആയ നാടാണ് നമ്മുടേത്. അതന്നെ ഞാൻ പറഞ്ഞത്. രാമക്ഷേത്ര പ്രശ്നം അല്ലെങ്കിൽ അയോധ്യ പ്രശ്നം സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന പ്രശ്നമേ ആയിട്ടുള്ളൂ, വിധിയായിട്ടില്ല. ഇവിടെ ഭരണഘടനാ ബെഞ്ചിന്റെ വിധി വന്നു കഴിഞ്ഞിരിക്കുന്നു. കേരള ഗവൺമെന്റ് കക്ഷിയല്ല, ജനാധിപത്യ മുന്നണി കക്ഷിയല്ല. അല്ല, താങ്കൾ അത് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നത് ശ്രീ രാജു എബ്രഹാം. പക്ഷേ തെരഞ്ഞെടുപ്പ് വിഷയമായിട്ട് ഇത് ഉപയോഗിക്കാമോ, പാടുണ്ടോ ഇല്ലയോ? അത് സ്വാഭാവികമായും ഒരു ഭരണഘടനാ ബെഞ്ചിന്റെ വിധി ഒരുപക്ഷെ ഇലക്ഷൻ കമ്മീഷൻ കണക്കിലെടുത്തിരിക്കാം. 2, ഈ വിഷയത്തിന്റെ പേരിൽ കേരളത്തിൽ വലിയ സംഘർഷങ്ങൾ ഉണ്ടാക്കിയ പ്രശ്നങ്ങളുണ്ട്. അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്, നിസ്സാരപ്പെട്ട പ്രശ്നമല്ല. എത്ര കേസുകളാണ്, ആയിരക്കണക്കിന് കേസുകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്യേണ്ടി വന്നത്. അത് കേരളത്തിൽ വീണ്ടും അത്തരത്തിലേക്കൊരു ചർച്ച വന്ന് അതിനെ തുടർന്നുണ്ടാകുന്ന തെരഞ്ഞെടുപ്പ് സന്ദർഭത്തിൽ അതേ തുടർന്ന് ഇത്തരം ഒരു കലാപ നീക്കം ഉണ്ടാകത്തില്ല എന്ന് നമുക്ക് അനുമാനിക്കാൻ കഴിയും. അതുകൊണ്ടായിരിക്കാം ഇലക്ഷൻ കമ്മീഷൻ ഇത്തരത്തിലേക്കുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തിയത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന് ഇലക്ഷൻ കമ്മീഷനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അതാണ് ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക് ശ്രീ രാജു എബ്രഹാം. അഡ്വക്കേറ്റ് രാജകുമാർ, ഇവിടെ ഈ ശരണം വിളി അതൊരു ശബരിമലക്കകത്ത് മാത്രം അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് പോകുന്ന ആളുകൾ മാത്രം ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഒരു ആത്മീയമായിട്ടുള്ള സംഗതിയായിരുന്നു അത്. പക്ഷേ ഈ സമീപകാലത്ത് ഈ വിധിക്ക് ശേഷം എയർപോർട്ടിലും മറ്റ് സമരകേന്ദ്രങ്ങളിലുമൊക്കെ ഒരു മുദ്രാവാക്യം വിളിയുടെ സ്വഭാവത്തിലേക്ക് മാറി. ഈ തെരഞ്ഞെടുപ്പ് വേദിയിൽ പ്രകടനത്തിൻ്റെ ഭാഗമായിട്ട് ശരണം വിളി ഉപയോഗിക്കപ്പെടുകയാണെങ്കിൽ അത് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാകുമോ ഇല്ലയോ? അതാ ഞാൻ പറഞ്ഞത്. അതിന് നമുക്ക് അളവുകോൽ ഇപ്പോൾ തീരുമാനിക്കാൻ പറ്റില്ല. അത് ഏത് രീതിയിൽ ഒരു റിലീജിയസ് ഹേറ്റഡ്, അതായത് വർഗീയമായ വിദ്വേഷമോ പകയോ വളർത്തുന്ന രീതിയിലാണ് ആ പ്രചാരണമെങ്കിൽ അപ്പോൾ ഇടപെടാം എന്നുള്ളതല്ലാതെ 2 സ്റ്റേജിലും കറപ്റ്റ് പ്രാക്ടീസിൽ ചെയ്യാം. പ്രിവെൻറ്റീവ് ആണെങ്കിൽ അപ്പം ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം ഇലക്ട്രൽ ഒഫൻസസ് എന്നുള്ള കാറ്റഗറിയിൽ വന്ന് കറപ്റ്റ് പ്രാക്ടീസായിട്ട് വന്നാൽ കറപ്റ്റ് പ്രാക്ടീസ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാൻഡിഡേറ്റിനെ അയോഗ്യനാക്കി വർഗീയമായ അഡ്വാൻറ്റേജ് കൊണ്ടാണ് അയാൾ ജയിച്ചതെങ്കിൽ ആ രീതിയിൽ അസ്ഥിരപ്പെട്ടു പോകും അയാളുടെ സാമാജികത്വം. അത് ആ സമയത്ത് മാത്രമേ ചെയ്യാൻ പറ്റൂ. ഇപ്പോൾ ഒരു വിഷയവും നിങ്ങൾ ഉന്നയിക്കരുത് എന്ന് പറയുന്നത് ആ പരിധിയെയും സ്വാതന്ത്ര്യത്തെയും ഇപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റില്ല. പിന്നെ ഒരു കേസ് എത്ര ഉണ്ടായി,
എത്ര കലാപം ഉണ്ടായി, ഇതിനു മുമ്പ് ഈ വിഷയത്തെ സംബന്ധിച്ച് എന്ത് കലാപം ഉണ്ടായി എന്നുള്ളത് ഈ ഇലക്ഷൻ ലോയ്ക്കകത്ത് ഒരു ഗൈഡ് ലൈൻ അല്ല. കാരണം ഞാൻ പറഞ്ഞുതരാം, മിച്ചഭൂമി സമരത്തിൽ ലക്ഷക്കണക്കിന് ആയിരക്കണക്കിന് കേസുകൾ ഇട്ടു. മിച്ചഭൂമി സമരത്തെ കുറിച്ച് ആ ഇലക്ഷനിൽ സമരം നടത്തിയില്ലേ? ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ഒരു കാര്യം കൂടെ, മതചിഹ്നങ്ങൾ ഉപയോഗിക്കരുത് തെരഞ്ഞെടുപ്പ് വേദിയിൽ എന്നാണോ, മതചിഹ്നങ്ങൾ ദുരുപയോഗിക്കരുത് തെരഞ്ഞെടുപ്പ് വേദിയിൽ? മതചിഹ്നങ്ങൾ ഒരു കാൻഡിഡേറ്റിന്റെ അഡ്വാൻറ്റേജിന് വേണ്ടി ഉപയോഗിക്കരുതെന്നാണ് നിയമം. ഇവിടെ ശബരിമലയിലെ ശരണം വിളിയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അഡ്വാൻറ്റേജിന് വേണ്ടി ഉപയോഗിക്കുന്നൊരു മതചിഹ്ന ഉപയോഗമായിരിക്കുകയില്ലേ? അത് ആ മതചിഹ്നം എന്നുള്ള ഡെഫിനിഷൻ്റെ അകത്ത് ശരണം വിളി നമുക്ക് എത്തിക്കാൻ കഴിയുമെങ്കിൽ അത് കോടതിയാണ് ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ടത്. അത് അതിൻ്റെ അൺഡ്യൂ അഡ്വാൻറ്റേജ് വന്നാൽ അത് കറപ്റ്റ് പ്രാക്ടീസായി മാറും. ശ്രീ രാധാകൃഷ്ണ മേനോൻ, ഇവിടെ മതചിഹ്നങ്ങൾ ഒരു വോട്ടറിൽ നിന്നുള്ള അഡ്വാൻറ്റേജ് സ്വീകരിക്കാൻ, ഒരു സ്ഥാനാർത്ഥിക്ക് ഒരു ഗുണപരമായിട്ടുള്ള നേട്ടമുണ്ടാക്കാൻ വേണ്ടി മതപരമായ ചിഹ്നങ്ങളും പ്രചാരണങ്ങളും ഉപയോഗിക്കരുത് എന്നാണ് നിയമം. ശബരിമല വിഷയം ആത്യന്തികമായിട്ടതൊരു മതപരമായ വിഷയമാണ്, വിശ്വാസത്തെ സംബന്ധിച്ചുള്ള വിഷയമാണ്. നിങ്ങളത് പറയുമ്പോൾ ആ നിമിഷം തൊട്ട് തന്നെ അത് ഒരു ചട്ടലംഘനമായി മാറിക്കഴിയുകയില്ലേ? ശബരിമല ശരണം വിളിക്കാതെ ആയിരിക്കുമോ നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് കാലത്തെ പ്രചാരണങ്ങളെല്ലാം ഉണ്ടാവുക? ഞങ്ങളിപ്പോൾ ശബരിമല വിഷയത്തിൻ്റെ പേരിൽ എന്തെങ്കിലും പ്രത്യേക അഡ്വാൻറ്റേജ് ലഭിക്കണം എന്നുള്ള മനഃപൂർവ്വ ഉദ്ദേശത്തോടു കൂടി ഒരു കാരണവശാലും പ്രവർത്തിക്കില്ല. കാരണം ഞങ്ങൾ നിയമം അംഗീകരിക്കുന്നവരാണ്. എന്നാൽ അതേസമയം തന്നെ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഈ സർക്കാരിൻ്റെ സംവിധാനത്തെ, സർക്കാരിൻ്റെ തെറ്റായ തീരുമാനങ്ങളെ, വിശ്വാസികൾക്കെതിരെ എടുത്ത നിലപാടിനെ, മതപരമായി വിശ്വസിക്കുന്ന ആളുകൾക്ക് വിശ്വസിക്കാനുള്ള അവകാശത്തെ ചോദ്യം ചെയ്യുന്ന സമീപനത്തെ, സുപ്രീം കോടതി വിധിയെ ദുരുപയോഗം ചെയ്തതിനെ, ഇതിനെയൊക്കെ ഞങ്ങൾ തീർച്ചയായിട്ടും വിമർശിക്കും. ഞങ്ങളത് മതപരമായ കാര്യം ഞങ്ങളുടെ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വേണ്ടി ഉപയോഗിച്ചാലല്ലേ കേസാകുന്നത്. വിജയത്തിന് വേണ്ടിയല്ല ഞങ്ങൾ ഉപയോഗിക്കുന്നത്. ഞങ്ങൾ ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായി ഈ കാര്യങ്ങൾ ജനങ്ങളുമായി സംവദിക്കും. അതിനകത്ത് സംശയമൊന്നുമില്ല. അപ്പോൾ അത് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാനാണ് എന്ന് ദുർവ്യാഖ്യാനം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇത് ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ തീർച്ചയായിട്ടും പരിഗണിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയമാണ്. ആണല്ലോ ചർച്ച ചെയ്യാനുള്ള നമുക്കൊരു സാഹചര്യം പരിശോധിച്ച് നോക്കാം. ശ്രീ രാധാകൃഷ്ണൻ, ഇവിടെ തിരുവനന്തപുരത്ത് കുമ്മനം രാജശേഖരൻ മത്സരിക്കുന്നു. അദ്ദേഹത്തിന് വേണ്ടി ഇറക്കുന്ന ബുക്ക്ലെറ്റുകളിൽ നിങ്ങൾ വിശ്വാസ വിരുദ്ധരായിട്ടുള്ള ഈ സർക്കാരിനെതിരായിട്ട് വിധി എഴുതണം എന്നൊരു വരി എഴുതി ചേർക്കാൻ പറ്റാത്ത സാഹചര്യം വരികയില്ലേ? ഒന്ന്. ഇനി അത് എഴുതി ചേർക്കണം. നിങ്ങളുടെ രാഷ്ട്രീയമായിട്ട് പ്രധാനപ്പെട്ട ഒരു വിഷയമാണല്ലോ ശബരിമലയിലേത്. അപ്പോൾ അത് എഴുതി ചേർക്കണം. ഈ സർക്കാർ വിശ്വാസ വിരുദ്ധരാണ്, ശബരിമലയിൽ ഇവർ ചെയ്ത കാര്യം ശരിയായിട്ടുള്ള കാര്യമല്ല, അതുകൊണ്ട് ഈ സർക്കാരിനെതിരായിട്ടുള്ള വോട്ട് നിങ്ങൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരന് ചെയ്യണം എന്ന് ഈ ബുക്ക്ലെറ്റിൽ എഴുതി ആളുകളുടെ കൈവശം കൊടുത്താൽ നിങ്ങൾക്ക് സന്തോഷമുണ്ടാക്കുന്ന വിധം കുമ്മനം രാജശേഖരൻ വിജയിക്കുന്നു എന്ന് വിചാരിക്കുക. വിജയിച്ചതിന് ശേഷം ഈ ബുക്ക്ലെറ്റും എടുത്ത് ആളുകൾ പരാതി അങ്ങോട്ട് അയച്ചാൽ സ്വാഭാവികമായിട്ടും അതിന്മേൽ നടപടി ഉണ്ടാവുക നിങ്ങൾക്കെതിരായിട്ടാവുകയില്ലേ? ഇപ്പോൾ ഷാജിയുടെ കേസുമായി ബന്ധപ്പെട്ട് ഈ സിറാത്ത് പാലം കടക്കുക പോലുള്ള എന്തൊക്കെയോ ഈ പറയുന്ന മതപരമായിട്ടുള്ള സംഗതികൾ എഴുതി വെച്ചതിൻ്റെ പേരിലാണ്, ആ പേപ്പർ എടുത്ത് കൊടുത്തതിൻ്റെ പേരിലാണ് വലിയ ബുദ്ധിമുട്ടിൽ അദ്ദേഹം അകപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ശബരിമല വിഷയം എഴുതിയ ഒരു നോട്ടീസ് പോലും കൊടുക്കാനാവുകയില്ല BJPക്ക് എന്ന നിലയല്ലേ വരുന്നത്? വിശ്വാസം സംരക്ഷിക്കണം എന്നാവശ്യപ്പെട്ടാൽ അത് ശബരിമല വിഷയത്തിൽ മാത്രമല്ലല്ലോ. ഇപ്പോൾ ചർച്ച് ആക്ടിൻ്റെ കാര്യം നേരത്തെ ഇവിടെ ഡൊമിനിക് പ്രസൻറ്റേഴ്സ് സൂചിപ്പിച്ചു. അതേപോലെ ഇസ്ലാം മതവിശ്വാസികളുടെ വിശ്വാസത്തിൻ്റെ പ്രശ്നമുണ്ട്, സ്ത്രീകളുടെ അവകാശങ്ങളുടെ പ്രശ്നമുണ്ട്. സ്ത്രീകൾക്ക് അവകാശങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടിയാണ് CPM ഇക്കാര്യം ചെയ്തത് എന്ന് അവർ അവകാശപ്പെടുന്നുണ്ട്. അപ്പോൾ അതല്ല, അത് ഇവിടുത്തെ വിശ്വാസികളുടെ വിശ്വാസത്തെ ഖനിക്കുന്ന, ആ ക്ഷേത്രങ്ങളെ തകർക്കുന്ന, ചർച്ചുകളെ തകർക്കുന്ന, ഈശ്വരവിശ്വാസം ജനാധിപത്യത്തിൻ്റെ ഭരണകൂടത്തിൻ്റെ ഭാഗമായി അനുവദിച്ചിട്ടുള്ള ഭാരതത്തിൽ ആ ഈശ്വരവിശ്വാസത്തെ ഇല്ലായ്മ ചെയ്യാനുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമാണ് എന്ന് പറയാനുള്ള അവകാശം ഞങ്ങൾക്കുമുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് ആ അവകാശത്തെ ഞങ്ങൾ ഉപയോഗിക്കും. പിന്നെ കോടതിയുടെ മുന്നിൽ കേസ് വരുമ്പോൾ ഏത് രീതിയിൽ അതിനായി ബുക്ക്ലെറ്റ് തയ്യാറാക്കണം, തീർച്ചയായിട്ടും അതിന് ബുക്ക്ലെറ്റ് തയ്യാറാക്കുന്നതിന് നിയമപരമായി ചിന്തിക്കാൻ ശേഷിയുള്ള ധാരാളം ആളുകൾ ഞങ്ങളോടൊപ്പമുണ്ട്. അപ്പോൾ ഏതായാലും കേസിൽ പെടാത്ത രീതിയിൽ, അല്ലെങ്കിൽ കേസിൽ ഒന്നും അങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്ത് അവതരിപ്പിക്കാൻ കഴിയാത്ത രീതിയിൽ ഈ കാര്യങ്ങൾ ചെയ്യാനുള്ള കാര്യശേഷി ഞങ്ങൾക്കെല്ലാം ഉണ്ട്.
ആ നിയമത്തിൽ ഉറച്ചു നിന്നുകൊണ്ട്, നിയമത്തെ അംഗീകരിച്ചുകൊണ്ട്, നിയമത്തെ ആദരിച്ചുകൊണ്ട്, എന്നാൽ അതേസമയം വിശ്വാസികളുടെ വിശ്വാസത്തെ സംരക്ഷിക്കുന്ന ആ ബാധ്യത ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. അങ്ങനെ ഇലക്ഷൻ കമ്മീഷനെ അല്ല, ഏതെങ്കിലും ഉദ്യോഗസ്ഥരെയല്ല, അവരെയൊക്കെ ദുരുപയോഗം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അവർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കി. കാരണം അദ്ദേഹം ഒരു ശരിയായ ധാരണയിൽ പറഞ്ഞതാണ് ഈ കാര്യം എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഗവൺമെൻറ്റിൻ്റെ സംവിധാനങ്ങൾ കൊടുക്കുന്ന റിപ്പോർട്ടുകളാണ് ഉദ്യോഗസ്ഥന്മാർ എല്ലായ്പ്പോഴും ഈ കാര്യങ്ങൾക്കൊക്കെ മാനദണ്ഡമാക്കുന്നത്. അപ്പോൾ നേരത്തെ ഇവിടെ കാര്യങ്ങൾ മാത്രമേ അദ്ദേഹം ഈ ഘട്ടത്തിൽ അനുസരിക്കേണ്ടതുള്ളൂ എന്നാണ് നിയമം എന്ന് തോന്നുന്നു. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ ഡൊമിനിക് പ്രശ്നം, ഇവിടെ ഇത്തരത്തിൽ നിയമപരമായിട്ട് പിന്നീട് കുടുക്കുകളിൽ ചെന്ന് പെട്ടുപോകാതിരിക്കാൻ വിധം കാര്യങ്ങൾ തയ്യാറാക്കാൻ ഞങ്ങൾ ശ്രദ്ധിക്കും എന്ന ജാഗ്രതയിലേക്ക് രാഷ്ട്രീയ പാർട്ടികളെ എത്തിക്കുക എന്ന ഒരു പ്രാഥമികമായ വിജയം അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്കുണ്ടായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് വേദിയിൽ വല്ലാത്ത തോതിൽ ദുരുപയോഗം ചെയ്യപ്പെടുകയും വലിയ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്ന് ഭയപ്പെടേണ്ടുന്ന ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് ഒരൊറ്റ വാക്കുകൊണ്ട് കുറെ കൂടെ ജാഗ്രതയോടുകൂടിയായിരിക്കും ഞങ്ങൾ തെരഞ്ഞെടുപ്പ് വിഷയങ്ങളെ കൈകാര്യം ചെയ്യുക എന്ന് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളെ കൊണ്ട് പറയിക്കുന്നതിൽ, അങ്ങനെ തോന്നിക്കുന്നതിൽ അദ്ദേഹം വിജയിച്ചിട്ടുണ്ട്. ആത്യന്തികമായിട്ട് അത് വല്ലാത്ത തോതിൽ ശബരിമല വിഷയത്തിൽ വിമർശവിധേയമാകേണ്ടി വരും ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് എന്നുറപ്പിച്ചിരുന്ന CPM-നും സർക്കാരിനും അനുകൂലമായൊരു നിലയുണ്ടാക്കുകയില്ലേ? കുറെ കൂടെ മയപ്പെട്ട നല്ല ജാഗ്രതയോടെയുള്ള വിമർശം മാത്രമേ ശബരിമല വിഷയത്തിൽ ഉണ്ടാവുകയുള്ളൂ എന്നത് വ്യക്തമായി കഴിഞ്ഞില്ലേ ശ്രീ ഡൊമിനിക് പ്രസന്നേഷൻ? ഇതിൻ്റെ അകത്ത് ഈ വരാൻ പോകുന്ന പാർലമെൻറ്റ് ഇലക്ഷനാണ്. സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ ഒരു ഇലക്ഷൻ ക്യാമ്പയിൻ്റെ ഒരു പിൻ പോയിൻ്റ് എന്ന് പറയുന്നത് മോഡി ഗവൺമെൻറ്റിൻ്റെ 5 വർഷത്തെ ഭരണത്തെക്കുറിച്ച് വിലയിരുത്തലാണ്. അതിൻ്റെ പോരായ്മയാണ് കർഷക ആത്മഹത്യ, നോട്ട് നിരോധനം, GST നടപ്പാക്കൽ, നിരവധി കാര്യങ്ങൾ. അപ്പം ഞങ്ങൾ ഫോക്കസ് ചെയ്യുമ്പോൾ അതിലാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ കോടിയേരി പറഞ്ഞു ഈ ഇലക്ഷൻ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും 3 വർഷത്തെ ഭരണത്തെക്കുറിച്ച് വിലയിരുത്തൽ. അങ്ങനെ വരുമ്പോഴേക്ക് സ്വാഭാവികമായിട്ടും ഈ ശബരിമല സുപ്രീം കോടതി വിധി ഈ ഗവൺമെൻറ് കൈകാര്യം ചെയ്ത രീതിയെക്കുറിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത്. അത് ഞങ്ങൾ പറയേണ്ടി വരുമല്ലോ. അപ്പോൾ അതൊരിക്കലും ഒരു ഇലക്ഷൻ നിയമങ്ങളെ ഖണ്ഡിക്കുന്നതാവില്ല. ഞങ്ങളെപ്പോഴും നിയമത്തെ പാലിക്കുന്നവരാണ്, അംഗീകരിക്കുന്നവരാണ്. അതോടൊപ്പം തന്നെ പറയേണ്ട കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റുമോ? പ്രധാനമായും കേന്ദ്ര ഗവൺമെൻറ് പ്രതിക്കൂട്ടിലാക്കുന്ന രീതിയിലേക്ക് ഞങ്ങളുടെ ക്യാമ്പയിൻ പോവും. റാഫേൽ അഴിമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. 2 സംസ്ഥാന ഗവൺമെൻറ് 3 വർഷം പൂർത്തിയാകുന്നു, 1000 ദിവസം കഴിഞ്ഞിരിക്കുന്നു. അവരുടെ ഫെയിലിയേഴ്സ് പറയാതിരിക്കാൻ പറ്റുമോ? അത് പറയേണ്ടി വരും. ആ കൂട്ടർ സ്വാഭാവികമായും ശബരിമല ഇഷ്യൂ കൈകാര്യം ചെയ്തതിൽ ഈ ഗവൺമെൻറ് പിഴവ് പറ്റിയെന്ന് ഞങ്ങൾക്ക് പറയേണ്ടി വരും. അത് ഞങ്ങൾ പറയും. അത്രയല്ലേ ഇതിനകത്ത് പറയാൻ കഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ ഉദ്യോഗസ്ഥൻ എന്താണ് ഈ എനിക്ക് തോന്നുന്നു അദ്ദേഹം ഇന്ന് പറഞ്ഞത് സുപ്രീം കോടതിയുടെ ഡയറക്ഷൻ ഉണ്ട് എന്ന് അദ്ദേഹം വായിച്ചുകൊണ്ടാണ് അതിൻ്റെ പരിധിക്കകത്ത് ഇതുകൂടെ പെടുമെന്ന് അദ്ദേഹം പറഞ്ഞത്. ശബരിമല സുപ്രീം കോടതി വിധി ഒരു രാഷ്ട്രീയ പാർട്ടിക്കോട് പറയാൻ പറ്റാതിരിക്കാൻ പറ്റുമോ? പറയേണ്ടി വരില്ലേ? അത് കൈകാര്യം ചെയ്ത രീതിയെക്കുറിച്ചാണ്. അതൊരിക്കലും ഒരു വർഗീയമായിട്ട് വോട്ട് പിടിക്കാൻ വേണ്ടി പറയുന്നതല്ല, മറിച്ച് ഗവൺമെൻറ്റിൻ്റെ ഫെയിലർ, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഫെയിലർ പറയുമ്പോഴേക്കും അത് പറയാതിരിക്കാൻ പറ്റുമോ? അതാണ് ഞങ്ങളുടെ നിലപാട്. അപ്പോൾ ആ ഒരു ജാഗ്രത ഉണ്ടാകും എന്തായാലും. ശ്രീ രാജു എബ്രഹാം, ഇവിടെ ആ അർത്ഥത്തിൽ അത് CPM-നും സർക്കാരിനും കുറച്ചനുകൂലമായിട്ട് ഉള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ? അതായത് വല്ലാതെ പിടിവിട്ട് പ്രചാരണം. ഇപ്പോൾ ശ്രീ ഡൊമിനിക് പ്രസന്നേഷൻ പറഞ്ഞു നരേന്ദ്രമോദി സർക്കാരിനെ എതിർക്കുക എന്നാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട പ്രചാരണ വിഷയമാവുക. സ്വാഭാവികമാണത്. സംസ്ഥാന സർക്കാരിനായിട്ട് എതിരെ നിലപാട് സ്വീകരിക്കുകയും ചെയ്യും. പക്ഷേ BJP-യുടെ പ്രധാനപ്പെട്ട പ്രചാരണം ഈ വിഷയത്തിൽ ഊന്നി നിന്നുകൊണ്ടായിരിക്കുമെന്ന് നമുക്കറിയാം. നമ്മൾ അങ്ങനെയാണ് കരുതുന്നത്. നമ്മുടെ ഒരു മുൻവിധി അതാണ്. പക്ഷെ അതിൽ തന്നെയും നല്ല ജാഗ്രത കാണിക്കേണ്ടി വരും എന്ന നിലയിലേക്ക് അവർ വരുന്നത് നിങ്ങൾക്കാണോ ഗുണമാവുക? BJP-യെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര സർക്കാർ 5 വർഷം മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കുന്ന കാര്യത്തിൽ സമ്പൂർണ്ണ പരാജയമാണെന്ന് രാജ്യത്തിലെ ജനങ്ങൾ തെളിയിച്ചു. അതാണല്ലോ അവരുടെ കൈവശം ഉണ്ടായിരുന്ന സംസ്ഥാനങ്ങളൊക്കെ പരാജയപ്പെട്ടു പോയത്. അപ്പൊ ആ വിധിയുടെ, ആ ജനവിധിയുടെ ഒരു പ്രതിഫലനം തീർച്ചയായിട്ടും കേരളത്തിലും ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. അതിനെ മറികടക്കാനാണ് ശബരിമലയെ ഉപയോഗിച്ചത്. ശബരിമലയെ ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായും ഒരു ജനാധിപത്യ രീതിയിലുള്ള പ്രതിഷേധമായിരുന്നുവെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ഇന്നത്തെ നിലയിലേക്ക് അത് എത്തിച്ചേരുമായിരുന്നില്ല. ഇവിടെ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിട്ടുള്ളത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഷാജിയുടെ കേസിന്റെ വിധിയുടെയൊക്കെ അടിസ്ഥാനത്തിൽ
മതചിഹ്നങ്ങളെയും മതപരമായിട്ടുള്ള പ്രചരണങ്ങളെയും ഒക്കെ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്. സ്വാഭാവികമായും അത് ഇലക്ഷൻ കമ്മീഷൻ പ്രതീക്ഷിക്കുന്നുണ്ടാവും. ഇലക്ഷൻ കമ്മീഷൻ എന്തായാലും കേരള സർക്കാരിന്റെ ഒരു ജിഹ്വയല്ല, അത് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെടുത്തിയുള്ള കാര്യങ്ങളാണ്. അവരുടെ നിയമങ്ങളും ചട്ടങ്ങളുമാണ് ഇലക്ഷൻ കമ്മീഷൻ ഇവിടെ പറയുന്നത്. കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനുമായി ആലോചിച്ചിട്ടായിരിക്കുമല്ലോ ഇവിടെ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനും ഇതുപോലെയുള്ള നിഗമനങ്ങളിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പൊ അത് സമാധാനപരമായ ഒരു പോളിംഗ് അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടിയാണ്, സമാധാനപരമായ ഒരു ഇലക്ഷൻ പ്രചരണ കാലഘട്ടം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അതിനോട് ജനാധിപത്യപരമായി സഹകരിക്കുകയാണ് വേണ്ടത്. അതല്ലാതെ കലാപകലുഷിതമാകുന്ന ഒരു അന്തരീക്ഷം വീണ്ടും ഉണ്ടാക്കി അതുണ്ടാവുകയില്ലായിരിക്കും. ശ്രീ രാജു എബ്രഹാം, കലാപകലുഷിതമായ സാഹചര്യത്തിലേക്കൊന്നും പോകണമെന്ന് ആരും വിചാരിക്കുന്നുണ്ടാവില്ല. പക്ഷേ ഈ വിഷയം ഇതിനകം തന്നെ നമ്മുടെ നാട്ടിലെ വോട്ടർമാർക്കകത്ത് നന്നായിട്ട് ഏശിയിട്ടുണ്ട് പ്രചാരണങ്ങളിലൂടെ വിവിധ വശങ്ങൾ എന്ന കാര്യം മറക്കരുത്. ഈ കേരളം ചർച്ച ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് ശബരിമലയിലെ വിഷയം. അത് ഈ പറയുന്ന പരിധിക്കകത്ത് നിന്നുകൊണ്ട് തന്നെ അത് ദുരുപയോഗമാകാതെ തന്നെയും ആളുകളോട് പറഞ്ഞാൽ ജനങ്ങൾക്ക് മനസ്സിലാക്കാനാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ആ വിഷയം നിങ്ങൾ ദുരുപയോഗം ചെയ്ത് കേസിനകത്ത് പെടരുത്, കുഴപ്പങ്ങളിലേക്ക് പോകരുത് എന്ന് കമ്മീഷൻ പറയുമ്പോൾ അത് അംഗീകരിച്ചുകൊണ്ട് ഉള്ള പ്രവർത്തനങ്ങൾ നടത്തിയാൽ തന്നെയും നിങ്ങൾക്കെതിരായിട്ട് വരികയാണ് ചെയ്യുക. പിന്നെ നമ്മുടെ നാട്ടിൽ ഇതൊക്കെ ഉണ്ട്, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്നൊക്കെ എത്ര ശക്തമായിട്ട് പറഞ്ഞാലും രാമക്ഷേത്ര നിർമ്മാണം എന്ന പൂർണ്ണമായിട്ടും മതപരമായിട്ടുള്ളൊരു വിഷയം എല്ലാ തെരഞ്ഞെടുപ്പിലും എടുത്ത് പ്രയോഗിക്കപ്പെടുകയും അതിൻ്റെ മേൽ വോട്ട് വീഴുകയും അതിൻ്റെ മേൽ എത്രയോ പ്രഭാഷണങ്ങൾ എത്രയോ വർഷങ്ങളായിട്ട് പ്രസംഗം നടത്തുകയും ഒക്കെ ചെയ്യുന്നൊരു നാടാണിവിടെ. ഇവിടെ ശബരിമല എന്നൊരു പുതിയ വിഷയം ഞങ്ങൾക്ക് അടുത്തേക്ക് ക്ഷീണിപ്പിക്കുന്ന വിധത്തിൽ വരികയേയില്ല എന്നൊരു ആത്മവിശ്വാസം എന്തായാലും നിങ്ങൾക്കുണ്ടായിരിക്കുകയില്ലല്ലോ, അല്ലേ? ഞങ്ങൾക്ക് ശബരിമല വിഷയത്തിൽ വിശ്വാസികൾ ഈ സർക്കാരിനൊപ്പമാണെന്ന് അസന്നിഗ്ധമായിട്ട് പറയാം. അതിനുശേഷം നടന്നിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പുകൾ നോക്കൂ. ആ തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷ മുന്നണിക്ക് വലിയ വിജയമാണ് ഉണ്ടായിരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താ? അത് പൂർണ്ണമായിട്ട് നമുക്ക് എടുക്കണ്ട. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പോ അല്ലെങ്കിൽ ഉപതെരഞ്ഞെടുപ്പോ പൂർണ്ണമായിട്ട് എടുക്കണ്ട. എങ്കിൽ പോലും ഒരു ജനവികാരം എന്ന് പറയുന്നത് ഇവിടെ ശബരിമല പ്രശ്നത്തിൽ സർക്കാരിനെ ഒറ്റപ്പെടുത്താൻ നടത്തിയിട്ടുള്ള നീക്കം അത് വാസ്തവ വിരുദ്ധമായിരുന്നു, അത് രാഷ്ട്രീയ മുതലെടുപ്പായിരുന്നു, വിശ്വാസികൾ ഇടതുപക്ഷ മുന്നണിക്കൊപ്പമായിരുന്നു എന്നുള്ളതിന്റെ തെളിവാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ശബരിമല വിഷയം ഒരു രാഷ്ട്രീയ ചർച്ചയാക്കുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു വേവലാതിയില്ല, ഞങ്ങൾക്ക് യാതൊരു പേടിയുമില്ല. അതിനപ്പുറം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ വിശ്വാസികൾ ഈ സർക്കാരിനൊപ്പമാണ് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഇലക്ഷൻ വോട്ടിംഗ് പാറ്റേൺ ആയിരിക്കും ഉണ്ടാവുക. ഒരു സംശയം അക്കാര്യത്തിലില്ല. ഇവിടെ ഇലക്ഷൻ കമ്മീഷൻ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പക്ഷെ അതിനെ കാണുന്നത് വ്യത്യസ്തമായ രൂപത്തിലാണ്. പ്രത്യേകിച്ചും മുമ്പ് നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പ് കേസുകളെ സംബന്ധിച്ച് അവിടെ വന്ന തെളിവുകളെ സംബന്ധിച്ചിടത്തോളം ആ നിലയിലുള്ള ഒരു പ്രാക്ടീസ് ഉണ്ടാവാൻ പാടില്ല എന്ന നിലയിലാണ്. അത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ആ സ്വാഭാവികമായി ഇലക്ഷൻ കമ്മീഷനെ ഞങ്ങൾ അവിശ്വസിക്കുന്നില്ല. ഇലക്ഷൻ കമ്മീഷനെ ഞങ്ങൾ അംഗീകരിക്കുന്നു. ഇലക്ഷൻ കമ്മീഷൻ നല്ല തെരഞ്ഞെടുപ്പിന് വേണ്ടി, സമാധാനപരമായ തെരഞ്ഞെടുപ്പിന് വേണ്ടി നടത്തുന്ന എല്ലാ നീക്കങ്ങളെയും ഞങ്ങൾ പിന്തുണയ്ക്കുന്നു. തീർച്ചയായും വ്യക്തമാണത്. ശ്രീ രാധാകൃഷ്ണൻ, അവസാനമായി ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങളിൽ, ഈ ചർച്ചയുടെ ഭാഗമായിട്ട് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ ദൃശ്യങ്ങൾക്കകത്ത് സേവ് ശബരിമല എന്ന പ്ലക്കാർഡും പിടിച്ചു പോകുന്ന ആളുകളുടെ കയ്യിൽ ഉള്ളത് അയ്യപ്പസ്വാമിയുടെ ചിത്രമാണ്. അയ്യപ്പസ്വാമിയുടെ ചിത്രം, കറുപ്പുടുത്ത ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ, അത്തരം മതപരമായിട്ടുള്ള ചിഹ്നങ്ങൾ നമുക്ക് കാണാം. ആ സേവ് ശബരിമലയ്ക്കൊപ്പമുള്ള അയ്യപ്പസ്വാമിയുടെ ചിത്രമൊക്കെ ഈ തെരഞ്ഞെടുപ്പ് വേദിയിലേക്ക് വരുന്നൊരു തെരഞ്ഞെടുപ്പായിരിക്കുമല്ലോ എന്ന് ഈ ദൃശ്യമാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങളൊക്കെ അങ്ങനെയാണ് പ്രതീക്ഷിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാകുമെന്ന് കരുതിക്കൊണ്ട് നിൽക്കുമ്പോൾ അത് പക്ഷേ പാടില്ല എന്ന് കൂടിയാണല്ലോ ഈ അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള മതപരമായിട്ടുള്ള ചിഹ്നങ്ങൾ ഉണ്ടാവുകയില്ല എന്ന് ഉറപ്പിക്കട്ടെ. അല്ല, ഇവിടെ വസ്ത്രം ധരിക്കുന്നതും വഴിയെ നടക്കുന്നതുമൊക്കെ യാത്ര ചെയ്യുന്നവരുടെയൊക്കെ താല്പര്യമാണ്. അതിനുമപ്പുറത്ത് ഇവിടെ പ്രിയപ്പെട്ട രാജു എബ്രഹാത്തിൻ്റെ വാക്ക്, അദ്ദേഹം തന്നെ CPM-ൻ്റെ MLA-യുടെ വാക്കുകളിൽ തന്നെ കാര്യങ്ങൾ വ്യക്തമാണ്. സുപ്രീം കോടതി വിധിയെ കഴിഞ്ഞ കാലത്ത് എങ്ങനെ ഈ ഗവൺമെൻറ് ക്ഷണിച്ചു വരുത്തിയോ, കാരണം വളരെ ആസൂത്രിതമായി CPM-ൻ്റെ സർക്കാർ വന്നപ്പോൾ സർക്കാർ തന്നെ ഇടപെട്ടിട്ടാണ് സുപ്രീം കോടതി വിധിയെ ഈ തരത്തിൽ ക്ഷണിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത് വിശ്വാസികൾക്കെതിരായി. ഏതാണ്ട് അതേ രീതിയിൽ
ഇലക്ഷൻ കമ്മീഷന് സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇവിടുത്തെ കേസും ഇവിടുത്തെ സംഘർഷവും ഒക്കെ കാണിച്ച് കൃത്യമായ റിപ്പോർട്ട് ഇവരുടെ ഗവൺമെൻറ് സംവിധാനത്തിൽ കൂടി കൊടുത്തു എന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ തന്നെ വ്യക്തമാണ്. അപ്പോൾ അത് കൊടുത്തിട്ട് ഇവിടെ വളരെ ആസൂത്രിതമായി ക്ഷണിച്ചു വരുത്തിയിട്ടുള്ള ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്തുനിന്ന് വന്നത്. അതുകൊണ്ട് ആ തരത്തിൽ ഒരു സർക്കാർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ആസൂത്രിതമായി അങ്ങനെ നീക്കം നടത്തുമ്പോൾ അവർ ശബരിമല വിഷയത്തെ എത്രമാത്രം ഭയപ്പെടുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ്. തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് ആ കാര്യത്തിൽ ഭയചകിതരാണ്. അവർ ഭയപ്പെട്ടിട്ട് ഇതിനെ എങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടാം. ഇപ്പം ശബരിമല നട ഇന്നിപ്പോൾ തുറന്നല്ലോ. അടുത്ത ദിവസങ്ങളിൽ അവരെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ കഴിഞ്ഞ കാലത്ത് കൊടുത്തതുപോലെ പോലീസ് പ്രൊട്ടക്ഷനിൽ അവിടെ സ്ത്രീകളെ കയറ്റാൻ ഈ MLAയുടെ പാർട്ടിക്ക് ധൈര്യമുണ്ടോ? തീർച്ചയായിട്ടും ഇവിടുത്തെ വിശ്വാസികളെ വെല്ലുവിളിച്ചുകൊണ്ട് അവർ നടത്തിയ ആ നീക്കത്തിൽ ഈ നാട്ടിലെ ജനങ്ങൾ വിശ്വാസികൾ വൃണിത ഹൃദയരാണ്. അവരെ അതിനെതിരായി തീർച്ചയായിട്ടും പ്രതികരിക്കാനുള്ള അവസരം പാർത്തിരിക്കുകയാണ്, കാത്തിരിക്കുകയാണ്. ആ അവസരമാണ് ഈ തെരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്നത്. അതിനെ പരമാവധി സമൂഹവുമായി ചർച്ച ചെയ്യാൻ ഞങ്ങളൊക്കെ തയ്യാറാവും. അതിന് ഈ ഇവിടുത്തെ ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണിയെ അതിന് ഉള്ളതായി കണക്കാക്കുന്നുമില്ല. അതാണ് നാളെ ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ട് ചർച്ച ഉണ്ടല്ലോ. അക്കാര്യത്തിൽ അവിടെ ഇത്തരം വിഷയങ്ങളെല്ലാം തന്നെയും വരുമായിരിക്കും. അഡ്വക്കേറ്റ് രാജകുമാർ, നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. ഒന്ന്, സ്ഥാനാർത്ഥികൾക്കല്ലേ ഇതുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നം വരാനിടയുള്ളൂ? ഈ പ്രശ്നം തെരഞ്ഞെടുപ്പിന് ശേഷം വരികയാണെങ്കിൽ അതിൽ തന്നെയും ജയിച്ച സ്ഥാനാർത്ഥികളല്ലേ ഭയപ്പെടേണ്ടതുണ്ടാവുകയുള്ളൂ? ഈ സ്ഥാനാർത്ഥികൾ ജയിക്കുമ്പോഴാണ് കറപ്റ്റ് പ്രാക്ടീസ് പ്രകാരം അവർക്കെതിരെ കേസ് കൊടുക്കാനുള്ള അവസരം കിട്ടുക. താങ്കൾ സൂചിപ്പിച്ചതുപോലെ കാൻഡിഡേറ്റോ അദ്ദേഹത്തിൻ്റെ ഏജൻറ്റോ ഇവരുടെ രണ്ടുപേരുടെയും കൺസെൻറ്റോടുകൂടി മറ്റൊരാളോ ഈ റിലീജിയസ് ഹേറ്റഡ് ഉണ്ടാക്കിയാൽ മാത്രമേ കറപ്റ്റ് പ്രാക്ടീസ് ആകുന്നുള്ളൂ. മാത്രവുമല്ല, എൻ്റെ ഒരു കാൻഡിഡേറ്റ് ഇന്ന വിഭാഗത്തിലെ ആളുകളെ ഗവൺമെൻറ് ഇന്ന രീതിയിൽ കൈകാര്യം ചെയ്തു എന്ന് പറയുന്നത് കൊണ്ട് അത് ഒരു കറപ്റ്റ് പ്രാക്ടീസ് ആകില്ല. പക്ഷേ അത് പറയുന്നത് വേറൊരു രീതിയിൽ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാക്കാനോ മറ്റ് ആളുകളുടെ ഇടയിലൊരു വിദ്വേഷമോ വെറുപ്പോ ഉണ്ടാക്കാനോ ഉള്ള രീതിയിലേക്കുള്ള പ്രചാരണത്തിലെത്തുമ്പോഴേ അതൊരു കറപ്റ്റ് പ്രാക്ടീസ് ആകുന്നുള്ളൂ. അതുകൊണ്ട് താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് വാസ്തവത്തിൽ ഒരു പടി മുന്നോട്ട് കടന്ന് ഇലക്ഷൻ കമ്മീഷൻ്റെ ചീഫ് ഇലക്ടറൽ ഓഫീസ് പറഞ്ഞു. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇരിപ്പ് ജാഗ്രതയോടുകൂടി ഈ വിഷയം ഈ പ്രചാരണത്തിൽ ഇത് ഉപയോഗിക്കട്ടെ എന്നുള്ളതായിരിക്കും. അതാണ് സതുദ്ദേശമെങ്കിൽ അത് നല്ലത്, അല്ല എങ്കിൽ അത് കൈകടന്ന ഒരു പ്രസ്താവനയായി മാറും. അതാണ്. വളരെ നന്ദി അഡ്വക്കേറ്റ് രാജകുമാർ, ശ്രീ രാധാകൃഷ്ണ മേനോൻ, ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, ശ്രീ രാജു എബ്രഹാം, നേരത്തെ സംസാരിച്ച ശ്രീ PDT ആചാരി, എല്ലാവർക്കും നന്ദി. പിടിവിട്ട് ഉപയോഗിക്കരുത് എന്ന ഒരു നിർബന്ധം, പെട്ടെന്നുള്ളൊരു തോന്നൽ രാഷ്ട്രീയ പാർട്ടികൾക്കകത്ത് ഉണ്ടാക്കാൻ ഉപകരിച്ചിട്ടുണ്ട്. എന്തായാലും ടിക്കാറാം മീണയുടെ പ്രസ്താവന എന്ന കാര്യത്തിൽ സംശയമില്ല. ശബരിമല വിഷയം നമ്മൾ കേൾക്കും തെരഞ്ഞെടുപ്പ് വേദിയിൽ നിന്ന് എന്തായാലും. പക്ഷേ അത് ഓരോ വാക്ക് പറയുമ്പോഴും നല്ല ജാഗ്രതയോടുകൂടി വിജയിക്കുകയാണെങ്കിൽ ഇതിന് മറുപടി പറയേണ്ടതായി വരും. ഉണ്ടാക്കിയ വിജയം ബുദ്ധിമുട്ടിലായി പോകുമെന്ന ജാഗ്രത ഈ സ്ഥാനാർത്ഥികൾക്കും അവരുടെ പാർട്ടികൾക്കും ഉണ്ടാകും എന്നാണ് ഇപ്പോൾ ഒരുപക്ഷെ നമ്മൾ കരുതേണ്ടത്. വളരെ നന്ദി എല്ലാവർക്കും. ശബരിമല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിലക്ക് അംഗീകരിക്കുമോ എന്നതായിരുന്നു ഞങ്ങളുടെ ചോദ്യം. അംഗീകരിക്കും എന്നതാണ് ഞങ്ങളോട് പ്രതികരിച്ച പ്രേക്ഷകരിൽ 74% പേരും അറിയിച്ചിരിക്കുന്നത്. 26% പേർക്ക് തിരിച്ചൊരു അഭിപ്രായമുണ്ട്. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.